വെറും 370 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ KSRTC ബസ്സിൽ ഒരു ദിവസം കൊണ്ടേ കൊടൈക്കനാലിൽ പോവാം. പോകുന്ന റൂട്ടായാലും അവിടെ എത്തിയാലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരിയെ കണ്ടുവരാം. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. കണ്ണൂരിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകാനുള്ള ബസ്സാണിതാ വന്നത്. കോഴിക്കോട് നിന്നും രാത്രി 8:30 ഈ ഒരു ബസ്. നമുക്കാദ്യം പോകേണ്ടത് പഴനിയിലേക്കാണ്. കൊടൈക്കനാലിലേക്കും പഴനിയിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ ഈ ഒരു ബസ്സിനാണ് പോവാറുള്ളത്. രാത്രി ആയതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. നമ്മളിതാ മലപ്പുറത്തെത്തിയിട്ടുണ്ട്. അവിടുന്നും കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും പെരിന്തൽമണ്ണ, പിന്നെ നമ്മൾ മണ്ണാർക്കാട് എത്തി. ഇവിടുന്ന് ഡീസലൊക്കെ ഫില്ലാക്കിയിട്ടാണ് പോവുക. കോഴിക്കോട് നിന്നും ഒരാൾക്ക് 311 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. രാത്രിയിൽ ഒരുപാട് കാഴ്ചകൾ കാണിക്കാതെ നമ്മളിതാ പഴനിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ബസ് നേരെ പോകുന്നത് മധുരയിലേക്കാണ്. 7 മണിയാവുന്ന സമയത്ത് അവിടെ എത്തും. നമ്മൾ ബസ് ഇറങ്ങിയത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലാണ്. ഇവിടുന്നാണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് ബസ് കിട്ടുക. നമ്മളെന്തായാലും ഇപ്പം പഴനി ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. അവിടുത്തേറ്റം പോയിട്ടൊന്ന് വരാം. ഈ ഒരു റോഡിന് കുറച്ചു ദൂരം പോയാൽ മതി. ഇവിടെ ഇതാ സൗജന്യമായിട്ട് തലമുണ്ടലം ചെയ്യുന്ന സ്ഥലമാണ്. മുരുകനെ കാണാൻ വേണ്ടിയിട്ട് നേർച്ചയെടുക്കുന്ന ആളുകളെ ഇവിടെ വന്ന് മൊട്ടയടിച്ചിട്ടാണ് മല കയറാറുള്ളത്. നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്കൊന്നും നമ്മുടെ വണ്ടിയെടുത്ത് വരാൻ പറ്റില്ല. അതിന് പ്രത്യേക പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മലയുടെ ചുറ്റുഭാഗത്തും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രിക് വാനുകളുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്കും പിന്നെ നമ്മുടെ വണ്ടി വെക്കുന്ന പാർക്കിങ്ങില്ലേ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ സർവീസ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് പോവാണ് നല്ലത്. ഈ ഒരു സമയത്തായതുകൊണ്ടൊക്കെ ആളുകൾ വളരെ കുറവാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാലേ ഇവിടെയൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ കടയും കാര്യങ്ങളും ഒക്കെ ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് മുകളിലേക്ക് കയറേണ്ട സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. മുകളിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ വീണ്ടും നടന്ന് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കൊടൈക്കനാലിലേക്കുള്ള ബസ്സുകൾ ഉണ്ടാവാറുള്ളത്. ആ ഒരു ടിക്കറ്റ് കൗണ്ടർ കണ്ടോ? അവിടെ നിന്നും നമുക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതായത് ബസ് വരുന്നതിൻ്റെ 10 മിനിറ്റ് മുൻപെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. രാവിലെ നേരത്തെ ആയതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു സമയത്തായാലും ബസ്സിനകത്തൊക്കെ ഇതേപോലെ തിക്കും തിരക്കുമാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 10 രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു ബസ്സിനകത്താണ് പോകുന്നത്. 5:30 ഈ ഒരു ബസ് ഇവിടെ നിന്നും എടുക്കുന്നത്. രാവിലെ 4 മണി മുതൽ കൊടൈക്കനാലിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. ഇവിടുത്തെ ബസ്സിൻ്റെ സമയം കറക്റ്റ് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പം 5 മണിക്ക് പോവും, 5:30 പോവും, 6 മണിക്ക് പോവും. അങ്ങനെ പ്രത്യേക സമയവും കാര്യങ്ങളും ഒന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. പുലർച്ചെ 4 മണി മുതൽ രാത്രിയിൽ വരെ കൊടൈക്കനാലിലേക്ക് ബസ്സുകൾ ഇവിടെ നിന്നും പോകുന്നുണ്ട്. നിങ്ങൾ വരുന്ന സമയത്ത് പളനി ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് കൊടൈക്കനാലിലേക്ക് പോയാൽ മതി. ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് ബസ്സുകൾ കിട്ടും. ₹60 ടിക്കറ്റ് വരുന്നത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് കവറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ തുടക്കത്തിൽ തന്നെ 370 രൂപയ്ക്ക് കൊടൈക്കനാലിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പൈസയൊന്നും പോരാട്ടോ. കൊടൈക്കനാലിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് 370 രൂപ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബസ് ടിക്കറ്റ് മാത്രമാണ്. നമ്മൾ പോകുന്ന സമയത്തെ ഫുഡും മറ്റ് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ.
പിന്നെ ഒരു ദിവസം കൊണ്ട് കൊടൈക്കനാലിൽ പോയിട്ട് വരാം എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കാര്യമാണ്. നമ്മൾ പോകുന്ന ഈ ഒരു ബസ്സിലെ രാവിലെ 8 മണി 8:30 ആകുമ്പോഴേക്കും കൊടൈക്കനാലിലെത്തും. അവിടെ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ടൂർ ഗൈഡുമാർ വരും. 10 മണി ആവുന്ന സമയത്ത് ടൂർ പാക്കേജ് ബസ്സുകളുണ്ടാവും. അതിനകത്ത് കയറിയിരുന്നാൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും നമുക്ക് കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. 4 മണിയുടെ ബസ്സിൽ കയറിയിട്ട് പഴനിയിലേക്ക് വരുവാണെങ്കിൽ രാത്രി 8 മണിക്കാണ് തിരിച്ച് കണ്ണൂരേക്ക് വരുന്ന ബസ് വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് തിരിച്ചു പോരാനും പറ്റും. നമ്മുടെ യാത്ര കുറച്ച് നേരത്തെ ആയതുകൊണ്ടേ താഴെ ഭാഗത്ത് പാലാർ ഡാമുണ്ട്. അതിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. കൊടൈക്കനാലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. കൊടൈക്കനാലിൽ വന്നിട്ട് കാഴ്ചകൾ കാണണമെങ്കിൽ എന്തായാലും ഒരു 2-3 ദിവസമെങ്കിലും വേണ്ടി വരും. കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പോകുന്നത് ഉൾഗ്രാമങ്ങളിലേക്കാണ്. നമ്മളിപ്പം ഈ ഒരു ബസ്സിനകത്ത് പോയിട്ട് കൊടൈക്കനാലിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് മന്നവന്നൂർ, പൂണ്ടി, ക്ലാവര എന്നൊക്കെ പറയുന്ന ഗ്രാമത്തിലേക്കാണ്. ആ ഒരു കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോനകത്തായിരിക്കും വരിക. കൊടൈക്കനാലിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. 14 ഹെയർപിന്ന് കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ തമിഴ്നാട്ടിലെ ഏതൊരു ബസ്സിനകത്ത് നിങ്ങൾ കയറുകയാണെങ്കിലും നല്ല അടിപൊളി തമിഴ് പാട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ പാട്ടും കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചുരം കയറി പോകുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇതിലെയുള്ള യാത്രയെ അടിപൊളിയാണ്. വേറെ ഒന്നുമല്ല, മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതോടൊപ്പം കോടമഞ്ഞുണ്ട്. പിന്നെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലൊക്കെ ഒരുവിധം എല്ലാ മൃഗങ്ങളും ഉണ്ട്. രാത്രിയിലൊക്കെ വരുന്ന സമയത്ത് ആനയും കാട്ടുപോത്തും പിന്നെ പുലിയെയും ഒക്കെ കണ്ടവരുണ്ട് ഈ ഒരു റൂട്ടിൽ വെച്ചിട്ട്. ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിന്ന സമയത്ത് ഒരു ബസ് വന്നപ്പോൾ ആളുകളെ കണ്ടില്ലായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. അതേപോലത്തെ തിരക്കൊന്നും നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിലില്ല. അത് ചിലപ്പം ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും. മുൻപോട്ടിങ്ങനെ നോക്കിയിരിക്കുക. ആനയോ കാട്ടുപോത്തോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് സൂര്യനും പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചകളും ചെറുതായിട്ടിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചുരം കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. രാവിലത്തെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ഇവിടുന്ന് താഴെ ഭാഗത്തേക്കൊരു വ്യൂ ഉണ്ട്. ഇത് കണ്ടോ? നല്ല തണുപ്പുണ്ട്. അതോടൊപ്പം ഭംഗിയുള്ള കാഴ്ചയുണ്ട്, കോടമഞ്ഞുണ്ട്. അതെല്ലാം കണ്ടും ആസ്വദിച്ച് ഞാനും ഒരു ചായ കുടിച്ച്. എന്തായാലും ചായ കുടിച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും സൂര്യനും പുറത്തെത്തിയിട്ടുണ്ട്. കാഴ്ചകളും നമുക്കിങ്ങനെ കാണാനും പറ്റുന്നുണ്ട്.
നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ബസ്സിനകത്ത് കയറി പോകുന്നതുകൊണ്ടേ താഴെ ഭാഗത്ത് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇതേപോലെ ഒരു വ്യൂവും കാഴ്ചയും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആശാൻ ഉദിച്ചിത മുകളിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്തെ ഈ ഒരു ഗോൾഡൻ ലൈറ്റിലെ ഒരുവിധം എല്ലാ സാധനങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയും. തമിഴ്നാട്ടിലെ പഴനി മലനിരകളിലെ സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിലാണ് കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാലിനെ അറിയപ്പെടുന്നത്. അത് ശരിക്കും സത്യമാണ് കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളെ നമുക്കവിടെ കാണാനുണ്ട്. ഉൾഗ്രാമങ്ങളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. നമ്മൾ പോകുന്നുണ്ട്. അതോടൊപ്പം ഉൾഗ്രാമങ്ങളിൽ നമ്മൾ പോയിട്ട് താമസിക്കുന്നുമുണ്ട്. ആ കാഴ്ചകളെല്ലാം മുൻപോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഫുള്ള് നീക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല, ഗ്ലാസ് കുറച്ച് നീക്കുമ്പോഴേക്കും ആളുകൾ ഉള്ളെന്ന് പ്രശ്നം ഉണ്ടാക്കുക. എല്ലാവരും ഇവിടെയുള്ള ആളുകളാണ്. അവരെല്ലാവരും ബസ്സിൻ്റെ ഫുള്ള് ഗ്ലാസ്സൊക്കെ നീക്കിയിട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ട് ഗ്ലാസ് നീക്കിയിട്ടേ അതിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. സൈഡ് ഗ്ലാസ് തുറക്കുന്ന സമയത്തെ നല്ല തണുത്ത കാറ്റാണ് ഉള്ളോട്ട് വരുന്നത്. ബസ്സിനകത്തുള്ള ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് മുൻപോട്ട് പോകുന്നത്. ഇതേപോലെ ബസ്സിനകത്ത് നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് ട്രിപ്പുകൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിനകത്തുണ്ട് കേട്ടോ. ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഉൾഗ്രാമങ്ങളിലേക്ക് പോകാനും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ചിലപ്പം ബസ്സിനകത്തൊക്കെ തിരക്കുണ്ടാവും. വിചാരിച്ച പോലെ സീറ്റും കാര്യങ്ങളും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുവിധം എല്ലാ ആളുകളും സ്വന്തം വണ്ടി എടുത്താണ് വരാറുള്ളത്. അതെന്താണെന്ന് വെച്ചാലേ സമയം ലാഭമാണ്. നമുക്കൊരുവിധം എല്ലാ സ്ഥലത്തും പോകാനും പറ്റും. പിന്നെ സ്വന്തമായിട്ട് എല്ലാവർക്കും വണ്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇതേപോലത്തെ ട്രിപ്പുകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് ബസ്സിനകത്തൊക്കെ പോകാൻ പറ്റും. നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ കൊടൈക്കനാലിലേക്കുള്ള എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയും നമ്മുടെ വണ്ടി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു വാട്ടർഫാൾ ഉണ്ട്. ഇത് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എടുത്തതാണ്. എങ്കിലും ഇതേപോലെയാണ് ഇവിടുത്തെ കാഴ്ച. നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ 8 മണിയാകുമ്പോഴേക്കും കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ടൂർ ഗൈഡുമാർ നമ്മളെടുത്ത് വരും. ഒരുപാട് പാക്കേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ ഇവരുടെ ഓഫീസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകളുണ്ടാവും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ പൂണ്ടി എന്ന് പറയുന്ന ഗ്രാമമാണ് കാണാൻ പോകുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.